ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്താ ഞാൻ ഈ കാറിനകത്തൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണോ എന്നൊക്കെ. വേറെ ഒന്നുമല്ല, സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടന്റും കാര്യങ്ങളും എന്താണെന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം. ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ വേറൊരു കണ്ടന്റുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മനസ്സിലായി കാണും. ആരും ഏജന്റിനെ കോപ്പി അടിച്ചെന്നൊന്നും പറഞ്ഞു വരല്ലേ. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ മെനിയായിട്ടിരുന്ന ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഈ കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണേ ഇത് ഇവിടെ വന്നിരുന്ന് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതെ വേറെ ആരെയും കോപ്പി അടിച്ചും അത് പറയല്ലേ. അറിയാലോ, മനസ്സിലായല്ലോ. നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പൊ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്തൊക്കെയാണ്. നടക്കുന്നതെന്ന് വെച്ചാൽ ഞാനായിട്ട് തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ ഞാൻ തന്നെ ഒന്ന് പറഞ്ഞു തന്നേക്കാം. നമ്മുടെ MRC ഗ്യാങ് അടിച്ചു പിരിഞ്ഞ് അറിഞ്ഞു കാണുമല്ലോ എല്ലാവരും. ഇപ്പം തൊപ്പിയാണെങ്കിൽ വില്ലനും ബാക്കിയുള്ളവരെല്ലാം നായകന്മാരുമായിട്ട് നിൽക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ട്. അതുകൊണ്ട് ഷമീറിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ഷമീറിന് മാത്രമല്ല, ഷമീറിനും മമ്മൂനും എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം. ഹായ് ഗൈസ്, നമസ്കാരം. എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. എനിക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ തൊപ്പിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ അവിടെ നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ അറിയാം എന്നറിയില്ല, അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് MRG ഷമീർ. നമുക്ക് നല്ലോണം അറിയാം നിന്നെ, നമുക്ക് നല്ലോണം അറിയാവുന്നൊരു പയ്യനാ. ഈ തൊപ്പിയുടെ കൂടെ ഒക്കെ നിന്ന് നമുക്ക് നല്ലോണം അറിയാം നിന്നെ. അങ്ങനെയാണ് നിന്നെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത്. നിന്റെ മുഖം നമ്മൾ കണ്ടു തുടങ്ങുന്നത് എങ്ങനെയാണ്, തൊപ്പിയുടെ വീഡിയോസിലൂടെയാണ് നിന്നെ നമ്മൾ കാണുന്നത്. നിന്നെ ആയാലും മമ്മൂനെ ആയാലും ബാക്കി ആരെ ആയാലും ആ കൂട്ടത്തിലുള്ള നമ്മളെല്ലാവരും കാണുന്ന തൊപ്പിയുടെ ലൈവിലും വീഡിയോസിലും ഒക്കെയാണ്. MRG എന്ന് പറയുന്ന ഈ ടാഗ് എനിക്ക് കിട്ടുന്നത് തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ കൂടിയതിന് ശേഷം. അവൻ എൻ്റെ മുമ്പേ ഉള്ള ഫ്രണ്ടാണ്. ഒരു 10 വർഷം 12 വർഷമായി നമ്മൾ ഫ്രണ്ട്സായിട്ട്. അതായത് എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫ്രണ്ടാണ് ഇവൻ. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തത്. 10 കൊല്ലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്, 10 കൊല്ലമായിട്ട് അറിയാം എന്നൊക്കെയാണ് ഇവൻ തന്നെ പറഞ്ഞാൽ. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ സംഭവം. അപ്പം അങ്ങനെ ഞാൻ ദുബായിലൊക്കെ വർക്ക് ചെയ്യായിരുന്നു. ദുബായിലല്ല, കുവൈത്തിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ കുവൈത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് നിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അവിടുത്തെ ജോലി സംബന്ധമായ ഇതുകൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഇവൻ ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അതായത് മറ്റേ മുടിയൊക്കെ മുറിച്ച് ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ടൈമായിരുന്നു അത്. അങ്ങനെ അത് കഴിഞ്ഞു. ഇവൻ പറഞ്ഞു ഇതേപോലെ ഞാനൊരു ഗ്യാങ് ഫോം ചെയ്യുന്നുണ്ട്, ഗ്യാങ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ നീ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഞാനും ഉണ്ട്, എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഞാൻ പണ്ട് മുതലേ അവൻ്റെ ഇതിൽ കുറേ പെർഫോമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇതായിട്ടില്ല, എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് എനിക്കൊരു എക്സ്പോഷർ കിട്ടുന്നത്. ഞാൻ കുറേ വർഷം അവൻ്റെ കൂടെ നിന്നതിന് ശേഷമാണ് ഈ അടുത്തൊരു 4-5 മാസങ്ങൾക്ക് മുമ്പാണ് എനിക്കൊരു എക്സ്പോഷർ കിട്ടുന്നത്. മനസ്സിലായോ? അത് ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്തു, കുറേ എന്താ പറയുക, അതിന് ഡെഡിക്കേറ്റ് ചെയ്തു, കുറേ അത്തരം കാര്യങ്ങൾ ചെയ്തു. ഈ പറഞ്ഞ പോലെ എനിക്കതിനൊരു റിസൾട്ട് കിട്ടി. അത് ശരിയാണ്. ഞാൻ പറയുന്നുണ്ട്, തൊപ്പിയുടെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ് എനിക്ക് തൊപ്പിയെ നേരത്തെ അറിയാം. അത് ശരിയാക്കുന്ന പോയിന്റ്സ് ആണ് അവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് തൊപ്പിയെ അറിയാം, തൊപ്പിയുടെ കൂടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കിയൂടെ കേൾക്കാം എന്താണ്. അങ്ങനെ ഞാൻ അതിനു മുമ്പൊന്നും എനിക്ക് തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ പേഴ്സണലായിട്ടും ഇമോഷണലായിട്ടുള്ള കാര്യം എനിക്കറിയാം, ബിസിനസ് പരമായിട്ടുള്ള അറിയാമെങ്കിലും ആസ് എ ഫ്രണ്ടാണ് എനിക്ക് ഇവനെ അറിയത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയണ്ടായിരുന്നില്ല. എന്താണ് നടക്കുന്നത്, ഇതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ റാംബോ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നു, ജാസി വന്നു. അതിന് ശേഷം കുക്കായിട്ട് ജാസി വന്നു. പിന്നെ ആദിൽ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കസിനാന്ന് പറഞ്ഞിട്ട് ആദിൽ വന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു ഗ്യാങ് സ്ട്രീം ചെയ്യാൻ തുടങ്ങി. അതിന് നല്ല മില്യൺസ് ഓഫ് വ്യൂസും കാര്യങ്ങളും എല്ലാം വന്നു. അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് എനിക്ക് റീച്ച് കിട്ടി, മമ്മൂന് റീച്ച് കിട്ടി, അതിനേക്കാൾ കൂടുതൽ തൊപ്പിക്ക് റീച്ച് കിട്ടി. അങ്ങനെ എല്ലാവർക്കും റീച്ചും കാര്യങ്ങളും എല്ലാം ആയി. ഷമീർ പറയുന്നത്
അവർ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി, അവർ സ്ട്രീം ചെയ്യാൻ തുടങ്ങി. അവർക്ക് നിങ്ങൾക്കറിയാമല്ലോ, നല്ല വമ്പൻ ഹിറ്റായിരുന്നു സംഭവങ്ങളൊക്കെ. സ്ട്രീമിങ് ആയാലും എല്ലാം നല്ല രീതിക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. അവൻ തന്നെ പറയുന്നുണ്ട് അവന് അതിൽ നിന്ന് റീച്ച് കിട്ടിയിട്ടുണ്ട്, അവന് അതിൽ നിന്നാണ് ഫെയിമായി തുടങ്ങിയത്. അതായത് ഷമീർ. ഈ അവനെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പേര് പെട്ടെന്ന് കുറേ ആൾക്കാരുടെ പേരുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ പേര് വായി വരത്തില്ല, അതുകൊണ്ടാണ്. നമുക്കിനി ബാക്കി അവന് പറയാനുള്ള എന്താണെന്ന് കേൾക്കാം. അങ്ങനെ റീച്ചും കാര്യങ്ങളായി. അപ്പം ഇത് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിൽ വന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എനിക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് സ്റ്റോറിയാണ്, ഇത് കുറേ പറയാനുണ്ട്. അതുകൊണ്ട് ഞാനിത് ചുരുക്കി ഞാൻ എന്താണ് നടന്നത്, അല്ലെങ്കിൽ ഈ ഗാങ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണ് നടന്നതെന്നല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ നമ്മളങ്ങനെ വന്നു. അങ്ങനെ ഒരു 4-5 മാസം മുമ്പ് ഞാൻ സ്ട്രീം ചെയ്യാൻ തുടങ്ങി. നല്ല വ്യൂവർഷിപ്പ്, ലൈക്ക് തൊപ്പിയുടെ അതേ ലെവൽ ഓഫ്, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഇതൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഒരു 2-3 മാസം പോയി. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്രേക്ക് എടുക്കും. ഞാൻ എടുക്കുന്നതല്ല, ഇവൻ എന്നോട് പറയും നീ ബ്രേക്ക് എടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. ഇങ്ങനെ 1 മാസം കൂടുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. പിന്നെ 1 മാസം കൂടുമ്പം ഇവൻ തോന്നുമ്പം ഇവൻ പറയും ബ്രേക്ക് എടുക്കാൻ പറയും, അപ്പം ഞാൻ ബ്രേക്ക് എടുക്കും. അങ്ങനെ എനിക്കൊരു മാസം, അന്നേരം ആ സമയത്ത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം 1.5 ലക്ഷം റുപ്യ അതിനടുപ്പിച്ച് എനിക്ക് റവന്യൂ വരും മാസത്തിൽ, മന്ത്ലി. അപ്പോൾ അങ്ങനെ 3-4 മാസത്തെ മൊത്തം റവന്യൂ കൂടി ഒരു 3-4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇവൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇതായത്. ഓൻ്റെ ലൈവിൽ പെർഫോം ചെയ്തതിനോ ഇതിനോ ഒന്നും ഞാൻ ഇന്നേവരെ ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എനിക്കൊരു റീചാർജ് ചെയ്യണമെങ്കിൽ പോലും അവനോട് ഞാൻ ചോദിക്കാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലോ പൈസ ആക്കിയിട്ടാണ് ഞാൻ റീചാർജും കാര്യങ്ങളൊക്കെ ചോദിക്കാറ്. കാരണം ഞാൻ അധ്വാനിച്ച പൈസ മാത്രം ഇതാക്കുക, അല്ലെങ്കിൽ ഞാൻ പണിയെടുത്ത പൈസയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഈ അടുത്തൊരു 2 മാസം മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ 3-4 ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ വിചാരിച്ചു അവൻ തരുമായിരിക്കും, അവനോട് അങ്ങനെ നമ്മൾ കണക്ക് പറഞ്ഞ് ചോദിക്കണ്ടല്ലോ, അവൻ തരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. ഒരു ദിവസം രാത്രി ഞാൻ ലൈവ് കഴിഞ്ഞു. ഞാൻ അവനോട് പോയിട്ട് എൻ്റെ ഉമ്മ വിളിച്ചു. അപ്പോൾ സിസ്റ്ററുടെ മാരേജൊക്കെ ഇങ്ങനെ ഇത് നടക്കുകയായിരുന്നു. മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ മാരേജാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടക്കുകയായിരുന്നു, എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ, പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുമല്ലോ. ആ ഇതിൽ ഇവനോട് ഞാൻ പൈസ ചോദിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയ പൈസ താടാ അങ്ങനെയൊന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോലെ നീ ഇങ്ങനെ സിസ്റ്ററെ ഒരു പൈസ ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓൻ എത്ര വന്നാലും അത് വാങ്ങാം, അത് ഇതാക്കാം, ഓന് അങ്ങനെ തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. ഓൻ്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു റവന്യൂ എനിക്ക് തരാൻ പറ്റില്ല. കാരണം അവനിതൊരു ബിസിനസ്സായിട്ടാണ് നടത്തുന്നത്, അവനിതൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ ഓൻ തരൂല. പറയുന്നത് അവർ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി, അവർ സ്ട്രീം ചെയ്യാൻ തുടങ്ങി. അവർക്ക് നിങ്ങൾക്കറിയാമല്ലോ, നല്ല വമ്പൻ ഹിറ്റായിരുന്നു സംഭവങ്ങളൊക്കെ. സ്ട്രീമിങ് ആയാലും എല്ലാം നല്ല രീതിക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. അവൻ തന്നെ പറയുന്നുണ്ട് അവന് അതിൽ നിന്ന് റീച്ച് കിട്ടിയിട്ടുണ്ട്, അവന് അതിൽ നിന്നാണ് ഫെയിമായി തുടങ്ങിയത്. അതായത് ഷമീർ. അവനെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പേര് പെട്ടെന്ന് കുറേ ആൾക്കാരുടെ പേരുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ പേര് വായി വരത്തില്ല, അതുകൊണ്ടാണ്. നമുക്കിനി ബാക്കി അവന് പറയാനുള്ള എന്താണെന്ന് കേൾക്കാം. അവൻ പറയുന്നതെന്ന് വെച്ചാൽ അവന് ഫെയിം കിട്ടി, അങ്ങനെയാണ് അവന് ഫെയിം കിട്ടിയത്. തൊപ്പിയുടെ കൂടെ വന്നതിന് ശേഷം അവന് ഫെയിം കിട്ടുന്നത് അതൊക്കെയാണ് അവൻ പറയുന്നത്. അവന് റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റവന്യൂ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റേസായി എന്നല്ല, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും കൂടി ഞാൻ ഇതാക്കിയതിൻ്റെ ഇതിൽ നിന്നൊരു പൈസ എല്ലാം ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റൂള്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് വേറെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ. ഷമീർ ഇൻഡിവിജ്വലായിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അവന് അത്യാവശ്യം തൊപ്പിയുടെ കൂടെ നിന്ന് അത്യാവശ്യം ഫെയിമായി അത്യാവശ്യം റീച്ചായി തുടങ്ങിയപ്പം ഇവൻ തനിയാണെങ്കിൽ ഇവൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള രീതിക്ക് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി, സ്ട്രീം ചെയ്യാൻ തുടങ്ങി. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇതിപ്പം അവന് തൊപ്പിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അവന് തൊപ്പിയുടെ ഒരു നിഴലായി മാറുമെന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും അവൻ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ നല്ലൊരു കാര്യമാണ്, അതെനിക്കും തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതിൻ്റെ ഇവന് വരുന്ന റവന്യൂ തൊപ്പിയാണ് എടുക്കുന്നത്. ഇവന് 2 മാസം കൊണ്ട് ഏകദേശം 3 ലക്ഷം രൂപയുടെ റവന്യൂ അങ്ങോട്ട് കിട്ടി 2 മാസത്തിനുള്ളിൽ. അതൊന്നും തൊപ്പി ഇവന് കൊടുത്തിട്ടില്ലെന്നാണ് ഇവൻ പറയുന്നത്, ഷമീർ പറയുന്നത്. അത് എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല തൊപ്പി അങ്ങനെ ഉള്ള ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് കാണുമ്പം നമുക്കറിയാം, നമുക്ക് നല്ലോണം അറിയാം തൊപ്പി എങ്ങനെയുള്ള ഒരു ആളെ, എന്താ ക്യാരക്ടർ. പഴയ തൊപ്പിയും ഇപ്പോഴത്തെ നിഹാദും വെച്ച് നമ്മൾ നോക്കണം. ഇപ്പം പഴയ തൊപ്പി ആയാലും ഇപ്പോഴത്തെ നിഹാദ് ആയാലും എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് നമുക്ക് നല്ലോണം അറിയാം. അവൻ ചെയ്തതിൻ്റെ കൂലി അവൻ എന്തായാലും അത് തൊപ്പി കൊടുത്ത് കാണും, അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ഇതൊക്കെയാണ് റൂൾ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ അതിന് മുമ്പേ നമ്മൾ തമ്മിൽ സംസാരം ഉണ്ടായിരുന്നു. അതായത് ലൈക്ക് ഞാൻ മമ്മു ജാസിയിലും നമ്മളെ പേഴ്സണൽ പ്രോബ്ലംസ് ഇങ്ങനെ പറയും. അതായത് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ പുറമേ കാണുമ്പം അവൻ ലൈവിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇവർക്കൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റവന്യൂ ഉണ്ട് എന്നാണ് അവൻ എല്ലാ ലൈവിലും പറയാറ്. പക്ഷേ നമുക്ക് ഇന്നേ വരെ 1 രൂപ കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഗൂഗിൾ പേയോ എന്താണെന്ന് തെളിവ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്, പ്രൂഫുണ്ട്. എൻ്റെ ഫോണിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബിൻ്റെ ഇൻകം ഏത് അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ കാണിക്കാം, അത് ഞാൻ രാത്രി കാണിക്കാം. ഇവൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവര് എല്ലാവരും കൂടെ ചേർന്നിട്ടാണല്ലോ വീഡിയോസ് എടുക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും കൂടെ വന്നിട്ട് ലൈവ് ചെയ്യുന്നതാണ് ഇവരുടെ ഒരു രീതി. പിന്നെ അല്ലാതെ ഇൻഡിവിജ്വലായിട്ടുള്ള ലൈവ് സ്ട്രീമിങ്ങും ഉണ്ട് ഇവരുടെ. ഓരോന്നും എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. അതിനകത്ത് ഇവരെല്ലാവരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, തൊപ്പിയുടെ മാത്രമല്ല. ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട്. എല്ലാവരും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മമ്മു ചെയ്യുന്നുണ്ട്, റാംബോ ചെയ്യുന്നുണ്ട്, ഷമീർ ചെയ്യുന്നുണ്ട്, ജാസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറയുന്നത് തൊപ്പി ഇങ്ങനെ പറഞ്ഞെന്നാണ്, ഇതൊരു ബിസിനസ്സായിട്ടാണ് കാണുന്നത്, എനിക്കിതിനകത്ത് ഷെയർ ചെയ്യാനൊന്നും താല്പര്യമില്ല, ഞാൻ ഷെയർ ചെയ്യത്തില്ല എന്നുള്ള രീതിക്കാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട അരിഹാരം കഴിക്കുന്നവർക്കൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അത് കള്ളമാണെന്നുള്ള കാര്യം. അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ തൊപ്പിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, എനിക്ക് തൊപ്പിയെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തൊപ്പിയെ ഇഷ്ടമോ അതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ കാര്യം ഞാൻ തൊപ്പിയെ സപ്പോർട്ട് ചെയ്തല്ല പറയുന്ന, ഷമീറിനെ സപ്പോർട്ട് ചെയ്തല്ല പറയുന്ന, ആരെ സപ്പോർട്ട് ചെയ്തല്ല പറയുന്നത്. ഞാൻ എൻ്റെ ഭാഗം മാത്രമാണ് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത്. നമ്മൾ പല സ്ട്രീമിങ്ങിനകത്ത് തന്നെ കണ്ടിട്ടുണ്ട് തൊപ്പി ഓരോരുത്തർക്കും ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. എസ്പെഷ്യലി ഐഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ തൊപ്പിയാണെങ്കിൽ പേയ്മെൻറ്റുകൾ ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇവനിപ്പം ഷമീർ ഇപ്പോഴത്തെ വീഡിയോയ്ക്കകത്താണെങ്കിൽ പറയുന്നുണ്ട് ഏത് അക്കൗണ്ടിലോട്ടാണ് അതിൻ്റെ റവന്യൂ പോകുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് വൈകിട്ട് കാണിച്ചു തരാമെന്ന. അതിൻ്റെ ആവശ്യം എന്താ? നമ്മുടെ അക്കൗണ്ട് എടുക്കുക, നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് ഉണ്ട്, അതിനകത്ത് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ പറഞ്ഞൊരു ഇതുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഏത് അക്കൗണ്ടാണ് കൊടുത്തേക്കുന്ന അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 എങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഇങ്ങനെ കാണിക്കും. അത് ജസ്റ്റ് കാണിക്കാവുന്നേ ഉള്ളൂ, നമുക്കത് വെച്ചിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 4 അക്കൗണ്ട് വെച്ചിട്ട് ഏത് 6 അക്കൗണ്ടാന്ന് നമുക്കറിയത്തില്ല. അതിനകത്ത് എന്നാലും പേരും കാണിക്കും, നമുക്കത് വെച്ചിട്ട് കാണിച്ചാൽ മതി. പക്ഷെ അത് കാണിക്കുക, അത് പിന്നീട് കാണിക്കാമെന്ന് പറയുന്നതിൻ്റെ ഇതെന്താ എനിക്കറിയത്തില്ല. അത് എന്താ സംഭവം എന്ന്, അതുകൊണ്ട് എന്താ ഉദ്ദേശം എന്നുള്ളത് എനിക്കറിയത്തില്ല. അടുത്തെന്താ നമുക്ക് കേട്ടു നോക്കാം. അപ്പോൾ അതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മു എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കൂടെ കൂടിയിട്ട് 2.5-3 വർഷമായി. ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നല്ല, ആ ടൈം തൊട്ടേ അവൻ്റെ ഉപ്പ വേറെ
ഇത് നോക്കി പോയതാണ്, അവൻ്റെ ഉമ്മാനെ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ അതൊക്കെ ഇവനറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൻ എടുത്തത്. ഇവൻ ലൈവിൽ അവൻ്റെ ഉമ്മാനൊക്കെ വിളിക്കുന്നുണ്ട്, ഉമ്മാന് വിഷമിക്കേണ്ട വരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം 2.5 വർഷമായിട്ടും ഇത്രയും കാലമായിട്ട് ഈ മമ്മൂ, ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചേക്ക്. എൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഒരു ഇതറിയിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ മമ്മൂ എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. ഈ ഒരു 2 മാസം മുമ്പ് മമ്മൂ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ വീട്ടിൻ്റെ ഓടിട്ട വീടാണ്. ആ വീട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. അത് ഓനൊരു വീഡിയോ എടുക്കുന്നുണ്ട് ഓൻ്റെ വീടൊക്കെ കാണിച്ചിട്ട്. കാരണം ഇനി നമ്മളിത് പറയാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതായി പോകും, മനസ്സിലായോ? നമ്മൾ പടുകുയിലേക്ക് പെട്ടുപോകും. നമുക്ക് ഓൾറെഡി സൈബർ ബുള്ളിങ്ങും ഇവിടുന്നൊക്കെ മൊത്തം ഇത് കിട്ടുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ട് നമ്മളെന്തോ ഈഗോ കാണിച്ചു, അല്ലെങ്കിൽ നമ്മളെന്തോ ഈഗോ കാണിച്ചെന്നൊക്കെ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, 13 വർഷമായിട്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരുത്തനോട് ഞാൻ എന്തിനാണ് ഈഗോ കാണിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ എന്നെ വളർത്തിയ, അല്ലെങ്കിൽ എനിക്കൊരു ഇതുണ്ടാക്കി തന്ന ഒരാളോട് ഞാൻ ഈഗോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഈഗോ അല്ല സംഭവം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ പേഴ്സണലായിട്ട് നമുക്ക് അവിടെ ഉണ്ടായ, നിങ്ങൾ ക്യാമറയിൽ കാണാത്ത ഒരു രൂപവും ഒരു സ്വഭാവവും അവനുണ്ട്. അത് നമ്മളവിടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അതായത് അവിടെ 2 മെസ്സാണ് അവിടെ ഉണ്ടാവാറ്. അതായത് നമുക്ക് സാമ്പാറും അല്ലെങ്കിൽ രസവും ചോറും എന്തെങ്കിലും വറവോ അങ്ങനെ മുട്ട പൊരിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിക്കൻ ഫ്രൈ, പിന്നെ അവൻ്റേതായ ഒരു ഫുഡുകളുണ്ട്, ചിക്കൻ ഫ്രൈ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേറെ തന്നെ ഒരു ഫുഡ്. അങ്ങനെ 2 മെസ്സാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ വീട് ചോർന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-2.5 വർഷമായിട്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് പഞ്ചായത്താണ് ഇടപെട്ടിട്ട്, നിസ്സാര പൈസയാണ്, പഞ്ചായത്താണ് അത് മാറ്റി കൊടുത്തത്. അതുപോലും അവൻ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്ന മമ്മൂൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം പിടികിട്ടും, മനസ്സിലായോ? പിന്നെ ജാസി എന്ന് പറഞ്ഞ ആൾക്ക് അവിടെ ഉണ്ടായ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ മമ്മൂനാണെങ്കിലും ഉണ്ട്. മമ്മൂനെ ഒരു ദിവസം മലപ്പുറത്ത് നമ്മൾ നിൽക്കുമ്പം ഒരു പരിപാടിക്ക് പോയ സമയത്ത് എന്തോ ഒരു പ്രമോഷൻ പരിപാടിക്ക് ഇതിനോട് ഇതാക്കാൻ പറഞ്ഞു. അപ്പോൾ മമ്മൂ എന്തോ മൂടില്ലാന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. കാരണം സ്വാഭാവികമായിട്ട് അവൻ 2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്നതെന്ന് ഓൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഓൻ പറയുന്ന എല്ലാ ഇതിനും തുള്ളുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും ഓന് എന്താ പറയുക, ഒരു 2 രൂപ ഓൻ്റെ കൈ കിട്ടാത്തതുകൊണ്ടുള്ള ഇതുകൊണ്ടായിരിക്കാം മോട്ടിവേഷൻ. ആരും അങ്ങനെ എന്താ പറയുക, 2-2.5 വർഷവും ഒരിക്കലും ഒരു കമ്പനിയിൽ ഇപ്പോൾ ശമ്പളം കിട്ടാതെ ആരും പണിയെടുക്കില്ല. അതുപോലെ തന്നെ അപ്പോൾ ഒരു ഡീമോട്ടിവേഷൻ വരും. അപ്പോൾ അതിൻ്റെ ഇതിൽ അവൻ പറഞ്ഞു പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തോ ഒരു ഇതിൽ, അതും ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞോട്ട് ഇങ്ങനെ താഴേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. അവനോട് നേരെ നിന്ന് നമ്മളാരും സംസാരിക്കാൻ നമുക്ക് പറ്റാറില്ല, അതിനുള്ളൊരു ഇത് ഉണ്ടാവാറില്ല. എനിക്ക് പിന്നെയും ഉണ്ടാവാറുണ്ട്, ബാക്കിയുള്ളവർക്ക് അത്രയും ഇത് ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓൻ പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്തു, നീ ഇരിക്കുമെന്ന് പറഞ്ഞു ഓനെ കട്ടിലിരുത്തി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ കാല് കൊണ്ട് എന്ത് ചെയ്തു, ഓൻ്റെ മുഖത്ത് ഇങ്ങനെ ചൂട്ടി ഒരു 5 മിനിറ്റോളം മുഖത്ത് ചൂട്ടിയിട്ട് എന്താടാ എനിക്ക് പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് തെറിയൊക്കെ വിളിച്ചുകൊണ്ട് കാലിങ്ങനെ ചൂട്ടി. അത് കണ്ട് എനിക്ക് മൊത്തത്തിൽ ബാഡായി. പിന്നെ ഞങ്ങൾക്ക് ഓൻ്റെ അടുത്ത് പറയാനുള്ള ഇതില്ല, കാരണം ഓൻ ഭയങ്കര ഹൈപ്പർ ഇതായിട്ട് ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ചിലപ്പോൾ ചവിട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു പേടി ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളവനെ കണ്ടതും ഈ പറഞ്ഞ പോലെ ഒരു ഇതായിട്ടാണ് നമ്മൾ കണ്ടത്. നമ്മളവനൊരു താഴ്ന്നൊരു ലെവലിലാണ് നമ്മളെ കാണുന്നത്. നമ്മൾ ശബ്ദം ഉയർത്തി അവനോടൊന്ന് ചോദിക്കുക ഇതാക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പിന്നീട് ഓൻ നമ്മളെ ഇതാക്കും. അത് ലൈവിലും കുറേ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഓൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ലൈവിന് ശേഷം നമുക്ക് കുറേ ഇത് കിട്ടും. നമ്മളെ മെൻ്റലി ആണെങ്കിലും ഓൻ്റെ വായ കൊണ്ട് ഓൻ നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തും. പലതും പറഞ്ഞ് തെറിവിളിയിലൂടെയും ഇതുമെല്ലാമായിട്ട് നമ്മളെ തളർത്തും. അപ്പം അതുകൊണ്ട് ഓനോട് നമുക്കൊരു പേടി, ഒരിതുണ്ട്. ബഹുമാനമില്ല, നമുക്ക് പേടിയുണ്ട്. പേടി മാത്രമേ ഉള്ളൂ. അങ്ങനെ മമ്മൂനെ ഈ പറഞ്ഞ പോലെ ചവിട്ടി ഞാൻ. അപ്പോൾ റാംബോ ആണ് ഇതിൻ്റെ മൊത്തം വീട്ടിലെ കാര്യങ്ങളും ഇവൻ പറയുന്നത്. അതായത് ഇവൻ തൊപ്പി പറയുന്നു ഇന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് ഇവർക്ക് ഇതില്ല, ഇന്ന് ഇവരിത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബോ ആണ് നടപ്പിലാക്കുന്ന ആൾ. നടപ്പിലാക്കുന്ന ശാസന ഇടുന്ന ആൾ തൊപ്പിയും, അത് നടപ്പിലാക്കുന്ന ആൾ റാംബോ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റാംബോ എന്ത് ചെയ്തു, സോറി ഞാൻ വീഡിയോ ആയിക്കൊണ്ട്
റാംബോ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ റാംബോനെ ഞാൻ മാറ്റി നിർത്തി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. റാംബോ ഇത് പറ്റൂല, നമ്മളെ കൂടെയുള്ള ഒരാളെ ഇവരിങ്ങനെ പറയുക ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബാഡാണ്, ഇത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ റാംബോ പറഞ്ഞു, റാംബോ പിന്നെ തൊപ്പീൻ്റെ അടുത്ത് പോയിട്ട് മെല്ലെ ഇതാക്കി അങ്ങനെ ഓനെ വിട്ടു. ഈ പറഞ്ഞ സീനടക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഗ്യാങ് ഹൗസിൽ നടന്ന കാര്യം. ഇത് മമ്മു അടുത്ത മമ്മുവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് വീഡിയോസ് ഇട്ടേക്കുന്നത്. നമ്മൾ അതിൻ്റെ മറ്റേ റീലും കാര്യങ്ങളും ഒക്കെ കണ്ടയാ. ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ മമ്മൂൻ്റെ കാര്യം എടുത്തിട്ടേ ഇപ്പോൾ ഉണ്ട്. മമ്മൂനെ അവസ്ഥകളൊക്കെ അറിയാം. നിങ്ങൾ വീഡിയോസ് കാണുന്നവർക്കറിയാം മമ്മൂൻ്റെ അവസ്ഥ എന്തൊക്കെയാണെന്ന്. അവൻ്റെ പേരൻസ് ഡിവോഴ്സ്ഡാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് മുതലെടുത്ത വീഡിയോസ് ഇടുന്നത് അതിന് വേണ്ടിയിട്ട് അവനെ കൂടെ നിർത്തിയെന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. അത് അവൻ്റെ പേഴ്സണൽ കാര്യമാണ്. അവനൊരു എന്താ പറയുന്നത്, മണ്ടപോയൊരു തെങ്ങ് പോലെ, ഒരു ബോധം പൊക്കണോ ഒന്നുമില്ല. നേരെ കളിയാക്കുന്നതല്ല. അവൻ്റെ വീഡിയോസും അവൻ്റെ പ്രവൃത്തിയൊക്കെ കാണുമ്പോഴേ അറിയാം. അവന് കുളിസയും കാണാൻ പോകാനും അവന് ബാക്കിയുള്ള പെൺപിള്ളേരെ പറ്റി തോന്നിയ ദിവസം പറയാനും അതിനൊക്കെ അവന് ഇതുള്ളു. അത് വിട്ടേക്ക്. ഓർഡർ ഇടുന്നത് തൊപ്പി, നടപ്പിലാക്കുന്നത് റാംബോ. എന്തോ നാടേ ഇതൊക്കെ, എന്തൊക്കെയാണെന്ന് നമ്മൾ കേൾക്കുന്നത്. നിങ്ങളെങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാ? ഒരു കുടുംബം പോലെ കഴിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരല്ലേ? ഇപ്പം എന്തു പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? എന്താ ആർക്കെങ്കിലും ഈഗോ അടിച്ചേഞ്ച് ചെയ്താണോ? അതോ ഒരാൾ നിങ്ങളെക്കാട്ടിലൊക്കെ തൊപ്പി വളർന്നെന്നുള്ളതിൻ്റെ ഒരിതാണോ? എന്താണിത്? 40 മിനിറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വോയിസും ഇതുകൂടെ ആകുമ്പോഴത്തേക്ക് അതിലും നല്ലോണം നീണ്ടുപോകും, എനിക്കറിയാം. അതുകൊണ്ട് ഇതൊരു പാർട്ടായിട്ട് ഇടാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണം. നമ്മൾ പുതിയതായിട്ട് ചെയ്തൊരു വീഡിയോ കേട്ടോ, പുതിയൊരു കണ്ടന്റിലേക്ക് ഇറങ്ങിയത്. എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിയിട്ട് പറയാം. കൊള്ളാവോ, ആരെയും കോപ്പി ചെയ്യുക, മറ്റവരുടെ കോപ്പി ചെയ്യുക, മറിച്ചവരുടെ കോപ്പി ചെയ്യുക, അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് വരല്ലേടെ. ഇത് കുറേ നേരം ടൈം എടുത്ത് ചെയ്യുന്നേ, കുറേ മെനക്കേടുണ്ട്. നിങ്ങളിപ്പം വന്നൊരു കുറച്ചൊരു കമൻറ്റ് ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങളുടെ അത് കഴിഞ്ഞ്. കുറേ എഫേർട്ടുണ്ട്, കുറേ എഫേർട്ടുണ്ട്, നല്ല എഫേർട്ടുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.